ഈ നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ ഭൂമിയുടെ സുരക്ഷിത കവചമായ ഓസോൺ പാളി 1980കളിലേതുപോലെ മെച്ചപ്പെടുമെന്ന് ലോക കാലാവസ്ഥാ സംഘടന അറിയിച്ചു. ലോക രാജ്യങ്ങൾ കൈക്കൊണ്ട പല കരുതൽ നടപടികളും ഓസോണിന്റെ കരുത്ത് മെച്ചപ്പെടാൻ കാരണമായി. ഭൂമിയിലെ ജീവജാലങ്ങൾ അനുഭവിക്കുന്ന പല പ്രതിസന്ധികൾക്കും ആശ്വാസമേകുമെന്ന റിപ്പോർട്ടാണ് ഓസോൺ ദിനത്തിൽ പുറത്തുവന്നിരിക്കുന്നത്. ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങൾക്കും പുത്തനുണർവേകുന്ന അന്തരീക്ഷ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഓസോൺ സംരക്ഷണത്തിന് അടിത്തറയിട്ട വിയന്ന കൺവെൻഷന്റെ 40ാം വാർഷികം കൂടിയായ ഓസോൺ ദിനത്തിലാണ് WMO പ്രത്യേക റിപ്പോർട്ട് പുറത്തിറക്കിയത്. 2024 അന്റാർട്ടിക് ഓസോൺ ദ്വാരം സമീപ വർഷങ്ങളെ അപേക്ഷിച്ച് ചെറുതാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഈ വർഷത്തെ ഓസോൺ ശോഷണം കുറയാൻ പ്രധാന കാരണം പ്രകൃതിദത്ത ഘടകങ്ങൾ തന്നെയാണെങ്കിലും ആഗോളതലത്തിൽ ദീർഘനാളായി കൈക്കൊണ്ടുവരുന്ന പല നടപടികളും ഓസോണിനെ ശക്തിപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട്. ശാസ്ത്രത്തിന്റെ മുന്നറിയിപ്പുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പുരോഗതി സാധ്യമാണെന്ന് ഓസോണിന്റെ കാര്യത്തിലുണ്ടായ നേട്ടം ഓർമ്മപ്പെടുത്തുന്നു. 40 വർഷങ്ങൾക്ക് മുൻപ് ശാസ്ത്രാവബോധത്തോടെ ഓസോൺ സംരക്ഷണത്തിനായി എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിന്നെന്നും അതിന്റെ ഫലമാണ് ഇപ്പോഴുണ്ടായതെന്നും UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അറിയിച്ചു. വിയന്ന കൺവെൻഷനും അതിന്റെ മോൺട്രിയൽ പ്രോട്ടോക്കോളും പ്രകൃതി അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ചെറിയ തോതിലെങ്കിലും പരിഹാരമാകാൻ കാരണമായി. റെഫ്രിജറേറ്റർ, എയർ കണ്ടീഷനിങ്, അഗ്നി ശമിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഹെയർ സ്പ്രേ എന്നിവയിലെല്ലാം ഒരു കാലത്ത് വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ഓസോൺ ശോഷണ വസ്തുക്കളിൽ 99% പ്രത്യേക പ്രോട്ടോകോൾ പ്രകാരം ലോകരാജ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. സ്ട്രാറ്റോസ്ഫെറിക് ഓസോണിന്റെയും ഓസോൺ നശിപ്പിക്കുന്ന വസ്തുക്കളുടെയും സൂക്ഷ്മമായ നിരീക്ഷണം ലോകം തുടരേണ്ടത് അത്യാവശ്യമാണെന്ന് WMO മുന്നറിയിപ്പ് നൽകി. WMOയുടെ 75ാം വാർഷിക മുദ്രാവാക്യം തന്നെ സയൻസ് ഫോർ ആക്ഷൻ എന്നാണ്. ഓസോൺ കരുത്തു പ്രാപിക്കുന്നുവെന്ന റിപ്പോർട്ട് ചർമ്മ ക്യാൻസർ, തിമിരം, ആവാസ വ്യവസ്ഥ നേരിടുന്ന ചില ഗുരുതര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലേക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.